കോഴിക്കോട്ടെ രുചിയിടങ്ങളിൽ പ്രസിദ്ധമായ പേരാണ് കടുക്ക ബസാർ. ചാലിയത്തെ കല്ലുമ്മക്കായയുടെ പെരുമ ദേശാന്തര പ്രസിദ്ധമാണ്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഈ വലിയ വാർത്തകൾക്കിടയിൽ ഒരു കുഞ്ഞു കല്ലുമ്മക്കായ വിശേഷം കേട്ടുവരാം. കടുക്ക ബസാർ കണ്ടില്ലേ? കടുക്ക എന്ന് പറഞ്ഞാൽ കല്ലുമ്മക്കായ, നല്ല ചാലിയം കടുക്ക കിട്ടുന്ന ഒരിടമാണിത് കടുക്ക ബസാർ. ചാലിയം കടുക്കിനെ വൃത്തിയാണ്, തിന്നാലും മടുക്കാത്ത കടുക്കയാണ്. ഈ ചാലിയം കടുക്കയും കടുക്ക ബസാറിനും കഥ കേട്ടാലേ നമുക്ക്. പാറക്കല്ലുകളിൽ നിന്ന് കടുക്ക വേരറുക്കുന്ന തൊഴിലാളികൾ ചാലിയം കടപ്പുറത്തെ ഒരു പ്രധാന കാഴ്ചയാണ്. നാലാൾ താഴ്ചയിൽ ആഴ്ന്നിറങ്ങിയ കല്ലുകളിൽ വേരുറപ്പിച്ചു കിടക്കുന്ന കല്ലുമ്മക്കായ വെറും കൈകൊണ്ട് പറിച്ചെടുക്കുന്നവർ. ടിപ്പുവിന്റെ കോട്ടകൾ ഉറപ്പിച്ചിരുന്ന പാറക്കല്ലുകളിലാണത്രേ ചാലിയത്ത് കടുക്ക പെറ്റുപെരുകുന്നത്. വെള്ളത്തിന് മുകളിൽ കാണുന്നതിലും കൂടുതൽ പാറകൾ ആഴങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട്. ചാലിയത്തെ 160 തൊഴിലാളി കുടുംബങ്ങളുടെ ഉപജീവനം. ഒരു 10-40 അല്ലേ? ഞാൻ 35 കൊല്ലം 32 കൊല്ലം പോലെ. റിസ്ക് ഇതാ നമ്മള് ഡ്രസ്സ് ഇൻഷേഡ് ചെയ്തുകൊണ്ട് ഗ്ലാസ് ഷൂടും, ഗ്ലാസ് ഉപയോഗിക്കും. പിന്നെ നമ്മള് ഉറപ്പുള്ള കടക്കൊക്കെ ആണെങ്കിൽ നമ്മള് ചെറിയ ഉളിയുണ്ട്, ആ ഉളിയേറ്റ് എടുക്കും, അല്ലെങ്കിൽ കൈകൊണ്ട് പറിക്കും. ഉറപ്പില്ലാത്ത കടുക്കാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് പറിക്കും. പ്രതിദിനം 3000 കിലോ കടുക്കയെങ്കിലും ഇവിടെ നിന്ന് പറിച്ചെടുക്കും. ഓരോ ഭാഗത്തും കടുക്ക മുളയ്ക്കുന്നതിനും വളരുന്നതിനും അനുസരിച്ച് കല്ലുകൾ മാറി മാറി പറക്കുന്നതിനാൽ സീസണുകൾ വ്യത്യാസമില്ലാതെ കടുക്കയുണ്ട് ഇവിടെ. അങ്ങനെ ചാലിയത്തെ കടുക്ക കച്ചവടക്കാരുടെ കേന്ദ്രം കടുക്ക ബസാറായി. ചാലിയം കടുക്ക മാർക്കറ്റിൽ സെലിബ്രിറ്റിയാണ്. ദൂരനാടുകളിൽ നിന്ന് പോലും ആളുകൾ തേടിയെത്താറുണ്ട്. കേരളത്തിൽ ഏറ്റവും ഫസ്റ്റായിട്ട് ഉത്സവങ്ങൾ തുടങ്ങൽ കടലുണ്ടി വാവുത്സവമാണ്. ആ വാവുത്സവത്തിനോടനുബന്ധിച്ചാണ് ദീപാവലി ആഘോഷം കൂടി ഇവിടെ നടക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഇവിടെ എത്ര കടുക്ക ഉണ്ടെങ്കിലും പല സമയങ്ങളിലൊക്കെ കടുക്ക തികയാതെ ഒരുപാട് ഒരു സ്ഥലത്തു നിന്ന് ആളുകൾ വരുമ്പോൾ തികയാതെ പോയ ചരിത്രങ്ങളേ ഉള്ളൂ ഇവിടെ. ആവശ്യത്തിന് കടുക്ക വാങ്ങാൻ മാത്രമല്ല, ചാലിയം കടുക്കയുടെ രുചി അറിയാനും കടുക്ക ബസാറിൽ ആളുകൾ എത്തും. പേരിൽ മാത്രമല്ല, പേരുകേട്ട കടുക്കയുടെ ജന്മനാടാണ് കടുക്ക ബസാർ. കോഴിക്കോടിന്റെ രുചി വൈവിധ്യത്തിന്റെ മറ്റൊരു ഉദാഹരണം. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ VS രഞ്ജിത്ത് ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.